ഹായ് ഫ്രണ്ട്സ്, ലിറ്റിൽ തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു വെറൈറ്റി ഹാൻഡ് ഡിസൈൻ നോക്കിയാലോ. അതായത് നമ്മളൊരു ചുരിദാറിന്റെയും നമ്മുടെ കുർത്തീസിന്റെ ഒക്കെ ചെയ്യുമ്പോൾ സാരി ബ്ലൗസിനാണെങ്കിലും ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഒരു പഫ് സ്ലീവ് ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇനി അല്ല എങ്കിലും നോർമൽ ഒരു ഹാൻഡ് ആണെങ്കിലും നമുക്കത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്ന രീതിയിൽ ഒരു ഡിസൈനിങ് പാറ്റേണോട് കൂടിയിട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യമായി ഞാൻ ഇത് ലൈനിങ് എഴുതിയിട്ടുണ്ട്. അപ്പൊ സെയിം മെറ്റീരിയൽ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ലൈനിങ് എഴുതിയത്. ലൈനിങ് ഒരു മെറ്റീരിയൽ എടുക്കുക, നമ്മുടെ നല്ലൊരു ക്ലോത്ത്. അപ്പൊ രണ്ടും നമ്മൾ ഹാൻഡായിട്ട് നമ്മളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലൈനിങ് ക്ലോത്ത് വെച്ചു, അതിനുശേഷം നമ്മുടെ നല്ല ക്ലോത്ത് വെച്ചു. ഇത് ഞാൻ രണ്ടും കറക്റ്റായിട്ട് സെന്ററായിട്ട് മടക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന്, അതായത് ഈ സെന്ററിൽ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് ഒരു നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇവിടെ നമ്മളൊരു 1 ഇഞ്ച്, 1 ഇഞ്ച് വേണ്ട, ഒരു 3/4 ഇഞ്ച്, ഓക്കെ, 3/4 ഇഞ്ച് കൊടുത്തു. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ജോയിൻ ചെയ്യിക്കുക. അപ്പോൾ 3/4 ഇഞ്ചും നമ്മൾ 2 ഇഞ്ചും 3/4 ഇഞ്ചും, ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ എഡ്ജ് വഴി ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ ഇവിടെ ഇത് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആദ്യം എടുക്കുക. ഓക്കെ, നമുക്കത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നോക്കാം. ഇനി അതിൻ്റെ പുറമെ തന്നെ വേറൊരു കാര്യം ചെയ്യാനുള്ളത്, എക്സ്ട്രാ വേറൊരു പീസ് എടുക്കുക. അത് ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു 5 ഇഞ്ച് ഞാൻ കട്ട് ചെയ്യാനായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഇത് നമ്മുടെ കൈയിൻ്റെ വീതി എത്രയുണ്ടോ അത്രയും തന്നെ ഒരു സ്ട്രാപ്പായിട്ട് നമുക്ക് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത് കറക്റ്റ് കൈയുടെ വീതി ഇവിടെ തുടങ്ങി ഇവിടം വരെ എത്രയുണ്ടോ അത് തന്നെ നമുക്ക് ഇതിന് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ എക്സ്ട്രാ നമുക്കൊരു 5 ഇഞ്ച് വേണം ഈ ഒരു സ്ട്രാപ്പിന്റെ വിട്ട് നമുക്ക് എടുക്കാനായിട്ട്. ഓക്കെ, നമ്മൾ ഇതിന്റെ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്നു. ഇവിടെ ഈ കൂർത്തിരിക്കുന്ന ഇടമല്ലേ, അത് അതുപോലെ തന്നെ വന്നു കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ നമ്മളത് വന്നു. ജസ്റ്റ് ഒരു 2 തവണ നമ്മളിതൊന്ന് അടിച്ച് സെക്യൂർ ചെയ്യുക കേട്ടോ. കാരണം ഇത് ഒരു ജോയിനിങ് ഏരിയ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് 2 തവണ അടിച്ചിട്ട് ഇത് സെക്യൂർ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന പോലെ മറിച്ചിടണം. അതുകൊണ്ട് തന്നെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ എൻഡിൽ നമ്മളൊരു കട്ടിങ് കൊടുത്തു. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് മറിച്ചിടാൻ പറ്റും. ഓക്കെ, ഇതൊന്ന് മറിച്ചിട്ട് നമ്മൾ എടുക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പം ഇതിൻ്റെ ബാക്ക് വശം ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ട്രാപ്പില്ലേ, നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ഈ സ്ട്രാപ്പ് അത് അടിവശത്ത് വെക്കുക. ഓക്കെ, ലൈനിങ് പീസിൽ വയ്ക്കുക. അതിനുശേഷം ഇതിങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കുക. ഇത് ഇങ്ങനെ അകന്നു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം കൂട്ടുകാർ വയ്ക്കാനായിട്ട്. ഇതും ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കണം. ഓക്കെ, നമുക്കിതിവിടെ നിന്ന് ഒരു സ്റ്റിച്ച്, അതായത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇവിടെ നിന്ന് ഒരു സ്റ്റിച്ച് ഇങ്ങനെ അടിച്ച് മുഴുവൻ കൊടുക്കുക. അത് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഈ ബ്ലാക്ക് ആയതുകൊണ്ടിട്ടാണ് കേട്ടോ ഒന്ന് വരയ്ക്കുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ സ്റ്റിച്ച് വേണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. പക്ഷെ കൂട്ടുകാരതങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ഏരിയ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ നിന്ന് ഇത് മാറ്റി വെച്ചല്ലോ, കണ്ടില്ലേ, ഇത് ഇവിടെ ഒന്ന് പതിച്ചും കൂടി അടിച്ചു പോവുക. അപ്പം നമുക്ക് കുറച്ചും കൂടി ഇത് നമുക്ക് മടക്കി വെക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഇവിടെ ഒന്ന് പതിച്ചടിക്കുവാണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വലിച്ചു പിടിച്ചിട്ട് വേണം കേട്ടോ പതിച്ചടിക്കാൻ. കാരണം അല്ലെങ്കിൽ അടിവശത്ത് കയറിയിരിക്കും. ഇവിടെ അടിക്കുമ്പോഴും ആ പതിച്ചടിക്കുന്നത് കറക്റ്റായിട്ട് പതിച്ചടിക്കുക കേട്ടോ.
ഇതാ ഇങ്ങനെ പോന്നിട്ടുണ്ട്. ഇതാ പതിച്ചടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ട്രാപ്പ് വയ്ക്കാൻ പോകുന്നൊരു സ്ട്രാപ്പ് 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തു. അതിനുശേഷം ഇതാ ഇങ്ങോട്ട് വയ്ക്കും. ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റിച്ചില്ലേ, ഈ സ്റ്റിച്ച് ഇപ്പം ഞാൻ ഈ ലൈൻ വരച്ചിട്ടില്ലേ, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരണം. അതായത് വേറെ ഒരു സ്റ്റിച്ചും നമ്മുടെ കാണരുത്. ഓക്കെ, അതായത് നമ്മൾ അടിയിലടിച്ച് ഈ 2 സ്റ്റിച്ചും കാണരുത്. അങ്ങനെ രീതിയിൽ വേണം നമ്മളിത് മടക്കാനായിട്ട്. ഓക്കെ, ഇതാ മടക്കി എടുത്തിട്ടുണ്ട്, അടിക്കുകയാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹാൻഡ് ഡിസൈനാണ് കേട്ടോ. പക്ഷേ നല്ല എലഗൻ ലുക്ക് നൽകുന്ന ഒരു ഡിസൈൻ ആയിരിക്കും. പ്രത്യേകിച്ച് ഫ്ലെയർ ഉള്ള കുർത്തീസിനെല്ലാം ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡാണ്. അല്ല സാധാ ചുരിദാറിനാണെങ്കിലും കുർത്തിക്കാണെങ്കിലും ഇത് ട്രെൻഡായിട്ട് പോകുന്നൊരു ഡിസൈനാണ്. ഓക്കെ, കണ്ടില്ലേ? ഇപ്പം നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ദാ ബാക്ക് വശം ഇങ്ങനെ വരും. ബാക്ക് വശത്ത് ഓൾറെഡി ഈ ഒരു സ്റ്റിച്ച് പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഒന്നും കുഴപ്പമില്ല, കാരണം ഇതിവിടെ ഇങ്ങനെ ഭംഗിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ നമുക്ക്. ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു ഡിസൈനായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് വേറൊരു പാറ്റേൺ ആണ്. ഫ്രണ്ട്സ്, നമുക്കിതാ ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ അകം, ഇത് പുറം. ഓക്കെ, ഇത് നല്ല വശം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു മൂല കണ്ടോ, അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് സെൻറ്റർ ഒരു വര ഇങ്ങോട്ട് വരയ്ക്കുക. അതായത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്ട്രാപ്പിൻ്റെ ഈ ഒരു നടുക്കുവശം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് വരച്ചത്. അതിനുശേഷം നമ്മളിതാ ഒരു കട്ടിയുള്ള സൂചി കേട്ടോ, നല്ല കട്ടിയുള്ള ഒരു സൂചിയാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ സാധാരണ നമ്മൾ ബോ മേക്ക് ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ തന്നെ ഇച്ചിരി വീതിയിൽ കേട്ടോ, കുഞ്ഞിതായി പോകരുത്, ഇത്തിരി വീതിയിൽ നമ്മളിതൊന്ന് ചെയ്തെടുത്തു. ഇതാ ഒന്ന് കെട്ടിട്ട് എടുക്കുവാണ് കേട്ടോ. അടിവശത്തേക്ക് ഒന്നും കൂടി ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ അടിവശം എടുത്തു. അടിവശത്ത് നമ്മൾ ഇതൊന്ന് കുറച്ചും കൂടി സെക്യൂർ ആക്കാനായിട്ട് ഭയങ്കരമായി ടൈറ്റ് ചെയ്യണ്ട കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഇനിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ടൈറ്റ് അങ്ങ് ആക്കണ്ട. പക്ഷെങ്കിലും അത്യാവശ്യം ആ ഒരു ചുരുള് ഉണ്ടല്ലോ, ആ ഒരു എന്താ പറയുക ഞെറിവ് വരത്തക്ക രീതിയിൽ നമ്മൾ കൊടുക്കുക. എന്നിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ സൈഡ് കണ്ടില്ലേ, ഈ ഒരു സൈഡ് അവിടെ ഒന്ന് കുത്തി മുകളിലേക്ക് എടുക്കണം കേട്ടോ. അതായത് ഈ ഒരു സൈഡിൽ മുകളിലേക്ക് എടുക്കുക. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ആ ഒരു ഞെറിവ് പോലെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതൊരു ബീഡ് നടുക്ക് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇത് ഒരു വലിയ മുത്താണ് കേട്ടോ. 6 mm നമുക്ക് പറയാൻ പറ്റില്ല, അതിനും ഒരു വലിയ മുത്താണ്. അത് ഞാൻ ഈ നടുക്കുന്ന ഇത് കണ്ടില്ലേ, ഇവിടേക്ക് കുത്തി ഇറക്കുവാണ്. അപ്പോൾ ബീഡ്സ് വച്ചിട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലെയറുകളില്ലേ, ഈ ഒരു ഞെറിവ് പോലെ ഉള്ളത് അത് കറക്റ്റായി വരില്ല. അതുകൊണ്ടാണ് ബീഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വയ്ക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒന്നും കൂടി കറക്റ്റായിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് അഴിഞ്ഞു പോകും. കാരണം കൈയല്ലേ, അപ്പോൾ കൈ പെട്ടെന്ന് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് സെക്യൂർ ചെയ്ത് ഇത് കൊടുക്കുക കേട്ടോ. ഈ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെയും ഒന്ന് എടുത്തിട്ട് നമ്മൾ വീണ്ടും ഒന്ന് താഴത്തേക്കാക്കി കൊടുക്കുക. കണ്ടില്ലേ? അതിനുശേഷം ഇവിടെ ഒന്ന് വീണ്ടും കെട്ടിടുക. അപ്പം ആദ്യം വലിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു നമുക്ക് വലിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ടൈറ്റായി. ഇത് ഇങ്ങനെ നമ്മളൊരു 2 കെട്ടിടണം. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ 2 or 3 കെട്ട് ഇടണം, നല്ലതാണ്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കൂടി കുത്തി ഇറക്കിയിട്ട് നമ്മൾ സൂചി എടുക്കുക. ഓക്കെ, എന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് സ്റ്റിച്ച് അവിടെ ഇരുന്നോളൂ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാൻഡ് വർക്ക് ശരിയായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഫ്ലയർ കണ്ടോ, ഇത് ഇങ്ങനെ ഒന്ന് കറക്റ്റ് വരത്തക്ക രീതിയിൽ നമ്മളൊന്ന് പിടിച്ച്
ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇത് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് എനിക്കിത് അയൺ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഇതാ ഇങ്ങനെയുള്ളൊരു ഹാൻഡ് വർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ മാത്രമല്ല കേട്ടോ, ഇതിൽ ബോ മാത്രം കൊടുക്കാം. ഇനി ഇതിൻ്റെ വേറൊരു പീസ്, ഇപ്പോൾ നമുക്ക് പാൻറ്റിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അതിലൊരു സ്ട്രാപ്പായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഒരു ബോ ആക്കി കൊടുക്കാം. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ദാ ഇപ്പം നമുക്കിത് ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. ദാ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതൊരു വേറൊരു മോഡലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് കൈ ഇപ്പോൾ സ്ലീവ് കുറച്ച് ഇറങ്ങിയുള്ളതാണെങ്കിലും നമുക്കിത് കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള സ്ലീവായിട്ട് തന്നെ ഇതിരിക്കും. ഇതൊരു കുറച്ച് കട്ടിയുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഷിഫോണൊക്കെ മെറ്റീരിയൽ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ല ഭംഗിക്ക് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഈ ഫ്ലെയേഴ്സ് വരുമ്പോൾ നല്ല ഭംഗിക്ക് ഇരിക്കും. ഇത് കുറച്ച് അധികം കട്ടിയുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു പെർഫെക്ഷന് അതിലേക്ക് വരാത്തത്. ഓക്കെ, അപ്പോൾ ഷിഫോൺ ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിക്ക് ഇരിക്കും. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യുക. കൂട്ടുകാരുടെ കമന്റുകൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പുതിയ വേറൊരു ഹാൻഡിന്റെ ഡിസൈൻ നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നെക്സ്റ്റ് ഒരു ഹാൻഡ് വർക്ക് നോക്കാം. ഹാൻഡ് ഡിസൈൻ ആണ്. നമ്മൾ ആദ്യം ഒരു കൈ, അതായത് ഇതൊരു റഫ് തുണിയാണ് കേട്ടോ, നമ്മുടെ ഒറിജിനൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു തുണിയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ന്യൂസ് പേപ്പറിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കറക്റ്റ് അളവിന്, നിങ്ങളുടെ അളവിന് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഞാൻ എൻ്റെ അളവിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഒരു വര വരച്ചു കൊടുത്തു, കണ്ടില്ലേ? അതിനുശേഷം നമ്മൾ സെൻറ്റിമീറ്റർ ആണ് കേട്ടോ നോക്കേണ്ടത്. ഓക്കെ, സെൻറ്റിമീറ്ററിൽ ഒരു 6 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ വശത്താണ് 6 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തതെങ്കിൽ അതിൻ്റെ ഇപ്പുറവശത്ത് നേരെ ഓപ്പോസിറ്റ് വശത്ത് 6 സെൻറ്റിമീറ്റർ തന്നെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ വര കണ്ടോ, ഈ വരയിലും 6 സെൻറ്റിമീറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇത് ഇങ്ങനൊരു കർവായിട്ട് വരയ്ക്കുക. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഇത് തുടങ്ങി ഇങ്ങനെ പോകത്തക്ക രീതിയിൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് കർവായിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കർവ് രീതിയിൽ വരച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, കണ്ടില്ലേ കൂട്ടുകാർ, കണ്ടില്ലേ? ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്കിപ്പോൾ ഈ കിട്ടിയത് ഇവിടെ നമ്മൾ ഇത് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കിട്ടിയ പാറ്റേൺ നമ്മൾ ലൈനിങ് പീസിലും നല്ല തുണിയിലും എടുക്കുക. ഞാൻ ലൈനിങ് പീസായിട്ട് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു യെല്ലോ ക്ലോത്ത് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഇവിടെ വെച്ചു. അതിനുശേഷം ആദ്യം നമ്മൾ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ? ഈ ഒരു പാറ്റേൺ ഇങ്ങനെ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇവിടെ ഈ ഹോള് കണ്ടില്ലേ? ഈ ഹോള് നമ്മൾ ഇങ്ങനെ തന്നെ കൊടുത്തു കേട്ടോ. ഓക്കെ, അപ്പം ലൈനിങ് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം കൂടി ഇതിന് ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഈ ഒരു നമ്മൾ ചെയ്തു വെച്ച ആ ഒരു ഡൈ ഉണ്ടല്ലോ അതെടുക്കുക. ലൈനിങ് പീസിൻ്റെ ഇങ്ങനത്തെ ഒരു ഭാഗം ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഇത് ഇങ്ങനെ സെൻറ്ററിൽ നമ്മൾ വയ്ക്കുക. ഈ ഭാഗം ഉണ്ടല്ലോ, അതായത് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗത്തിലേക്ക് ഈ ഒരു ഇച്ചിരി ചെരിഞ്ഞു പോയേക്കുന്ന വശം ഉണ്ടല്ലോ അത് മറച്ചിടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒന്നും കൂടി കാണിക്കാം, നിങ്ങളുടെ സ്ട്രെയിറ്റ് ആയിട്ട് പോയേക്കുന്ന ഭാഗത്തേക്ക് ഈ ഒരു ചെരിഞ്ഞു വരുന്ന ഭാഗം മറച്ച് വെക്കുക. ഓക്കെ, നമ്മൾ സെൻറ്റർ ഓൾറെഡി നമ്മൾ ഇച്ചിരി ഇങ്ങനെ ഒന്ന് സ്ട്രെസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തേക്കണം. ഓക്കെ, അതിനുശേഷം ഇതാണ് പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനൊരു പോലെ ഒരു കൊമ്പ് പോലെ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നമ്മൾ എടുക്കുക. അപ്പം വീതി ഇവിടെ കൂടി കറക്റ്റ് ഈ പോയിന്റിൽ വീതി വന്ന് നിൽക്കണം. ഓക്കെ, അപ്പം എങ്ങനെയാണോ കൂട്ടുകാർക്ക് എളുപ്പം എന്നുള്ളത് അങ്ങനെ വരച്ചെടുക്കുക. ഇപ്പം നമ്മൾ
ജസ്റ്റ് ആദ്യം ഒന്ന് റഫായിട്ട് നമ്മൾ പാറ്റേൺ വരച്ചതിന് ശേഷം ഇതാ ഒന്നും കൂടി ഞാനിപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. അതായത് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വണ്ണം കുറഞ്ഞു വരണം കേട്ടോ. ഇതാ അപ്പോൾ അതൊന്ന് ഇങ്ങനെ വരച്ചു. എത്ര നമുക്കൊന്ന് ഇത് എന്താ പറയുക കുഴിക്കാൻ പറ്റുമോ അങ്ങനെ കുഴിച്ചെടുക്കുക കേട്ടോ. ഇതാ ഇപ്പോൾ ഇത് പാറ്റേൺ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇപ്പോൾ ഇത് നമ്മൾ വരച്ചേക്കുന്നത് കറക്റ്റ് ഈ പോയിന്റിലാണ്. ഓക്കെ, കണ്ടില്ലേ, ഈ പോയിന്റിലാണ്. ഇവിടെ നിന്ന് പക്ഷേ 1/2 ഇഞ്ച് നീക്കി വേണം കട്ട് ചെയ്യാനായിട്ട്. കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇപ്പം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. അതായത് ഇവിടെ 1/2 ഇഞ്ച് ഗ്യാപ്പ് വേണം. അതായത് അത് തയ്യൽ തുമ്പാണ്. ആ 1/2 ഇഞ്ച് വിട്ട് വേണം നിങ്ങൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് കയറ്റി കട്ട് ചെയ്യാനായിട്ട് കൂട്ടുകാർ മറക്കരുത്. ഓക്കെ, കുറച്ചും കൂടി ഒന്ന് വളച്ചെടുക്കുന്നുണ്ട്, കാരണം എനിക്ക് ഇവിടെ സ്പേസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് വളച്ചെടുക്കുവാണ്. പീസ് ചെയ്യാൻ പറഞ്ഞത് നമുക്ക് നല്ല പീസിൽ അതിന് ശേഷം ചെയ്യുമ്പോൾ ഇത്തിരി കറക്ഷൻസ് വന്നാലും കുഴപ്പമില്ലല്ലോ. നല്ല പീസിൽ ചെയ്യുമ്പോൾ അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് ലൈനിങ് പീസിൽ ആദ്യം ഒന്ന് ചെയ്യാനായിട്ട് പറഞ്ഞത് കേട്ടോ. ഇതാ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോത്തും ഇപ്പം ലൈനിങ് പീസ് അല്ലേ, ഇത് ഇങ്ങനെ തന്നെ സെയിം ആയിട്ട് നമ്മുടെ നല്ല ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ നല്ല ക്ലോത്തായിട്ട് എടുത്തേക്കുന്നത് ഈ മെറ്റീരിയലാണ്. ഇത് കൂട്ടുകാർക്ക് കാണാനും അറിയാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഡിഫറെൻറ്റ് കളർ എടുക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ ഇതെല്ലാം സെയിം കളർ ആയിരിക്കും. ഓക്കെ, ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വച്ചിട്ട് നമ്മൾ ആ എക്സാക്റ്റ് എന്താണോ ഈ കിട്ടിയേക്കുന്ന അളവുകൾ നീങ്ങിയൊന്നും പോകരുത്, അത് വച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ദാ നമ്മളിങ്ങനെ ലൈനിങ് പീസ് അടിയിൽ വെച്ചിട്ടുണ്ട്. നല്ല ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ യെല്ലോ കാണുന്നതാണ് കേട്ടോ ലൈനിങ് പീസ്. ഓക്കെ, ഇതാ അതിനുശേഷം നമ്മൾ ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ ഇങ്ങനൊരു കട്ടിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ ഈ ഒരു പീസിലേക്ക് നമ്മുടെ ഈ ഒരു പീസ് ജോയിൻ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഇത് ജോയിൻ ചെയ്തെടുക്കുക, കണ്ടില്ലേ. അതിന് ശേഷം ഈ ലൈനിങ് പീസ് ഇവിടെ ഇതും ജോയിൻ ചെയ്തെടുക്കുക. രണ്ടും ഈ വളവ് വരുന്നത് ശ്രദ്ധിക്കണം, കണ്ടില്ലേ. ഇങ്ങനെ വരുമ്പോൾ ഇത് ഇങ്ങനെ മുകളിലേക്കായിരിക്കണം വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഇത് വരുമ്പോഴും ഇങ്ങനെ ആയിരിക്കണം വന്നേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് വച്ച് നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം എന്താ ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇത് ഇവിടെ ഇങ്ങനെ വച്ചിട്ട് നമ്മൾ പുറമേട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഓക്കെ ഓക്കെ എന്താ രണ്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഒന്നും കൂടി ക്ലിയർ ആയി കാണിച്ചു തരാണ്. ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ നമ്മൾ ഇവിടെയാണ് തുമ്പ് വന്നേക്കുന്നത്, ഇത് ഉള്ളിലേക്കാണ് ഇങ്ങനെ വന്നേക്കുന്നത് തുമ്പ് വന്നേക്കുന്നത്. ഓക്കെ, നമ്മൾ ഇത് നേരെ ഈ ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നല്ല വശവും കൂടി ചേർത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ കറക്റ്റ് ജോയിൻ കറക്റ്റായിട്ട് വയ്ക്കുക. കണ്ടില്ലേ, ഇവിടെ ഒരു കട്ടിങ് അത് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ അവിടെ കറക്റ്റായിട്ട് വയ്ക്കണം. ഈ അളവ് കൈയിൻ്റെ അളവ് ഒരിക്കലും മാറിപ്പോകരുത്, കറക്റ്റായിട്ട് വയ്ക്കുക. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം വന്നാലും നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു കൂർത്ത് വരിക. അതിനുശേഷം നേരെ ഇതിലേക്ക് കയറുക, ഈ ഒരു പീസിലേക്ക്. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളിത് റൗണ്ട് എങ്ങനെയാണോ ആ റൗണ്ട് നമ്മൾ വെട്ടിയേക്കുന്നത് ആ റൗണ്ട് കറക്റ്റ്
സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ ചുറ്റും പോയി ഇങ്ങനെ ഇവിടെ വന്ന് നേരെ പോകുക. അപ്പം ഇത്രയും ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് കാണാം. നമ്മളിവിടെ വന്നു. ജസ്റ്റ് കൂട്ടുകാർക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ? അവിടെ വന്നിട്ട് നേരെ ഒന്ന് പിടിക്കുക. കണ്ടില്ലേ? ഇതിലേക്ക് കയറുക. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ആ വട്ടം കറക്റ്റ് വരുന്നത് നമുക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. റൗണ്ടൊന്ന് ഇട്ടിട്ട് കൊടുക്കുക. പയ്യെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. ഇച്ചിരി റൗണ്ടായി പോയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്ന് റൗണ്ട് ആക്കേണ്ടി വരും. അങ്ങനെ പോയാലും കുഴപ്പമില്ല. കണ്ടില്ലേ? ഇനി സിമ്പിളാണ്. ഇത് നമുക്ക് ഈസിയായിട്ട് ഇങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിങ്. കണ്ടില്ലേ? ഇവിടെ ഈ ഒരു ജോയിൻറ്റിൽ കട്ട് ഇടുക. ഇവിടെ ഒന്ന് കട്ടിങ് ഇട്ട് കൊടുത്തേക്കുക. ഇനി ഈ റൗണ്ടിൽ ചുറ്റുമായിട്ട് നമ്മൾ കട്ടിങ് കൊടുക്കണം. ഓക്കെ, എന്നാലാണ് നമുക്കത് ഈസി ആയിട്ട് മറച്ച് എടുക്കാൻ എളുപ്പം വരത്തുള്ളൂ. കാണിച്ച ഈ 2 ഹാൻഡ് രീതികളും നമുക്ക് വളരെ ട്രെൻഡി ആയിട്ട്, യൂസ്ഫുൾ എന്ന് മാത്രമല്ല വളരെ ട്രെൻഡി ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാൻഡ് ഡിസൈനിങ് ആണ്. ഹാൻഡ് ഡിസൈനിങ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ മെറ്റീരിയൽ വെച്ച് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ഡിസൈനിങ് പാറ്റേൺ ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കർവില്ലേ, ഈ നമ്മൾ വളച്ചെടുത്തത്, അത് വേണമെങ്കിൽ പാൻറ്റിൻ്റെ പീസാണെങ്കിൽ അങ്ങനെ പാൻറ്റിൻ്റെ പീസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഓക്കെ, നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ നല്ല വശം. ഇവിടേക്ക് ഈ ഒരു കൈ കിടക്കുന്നുണ്ടല്ലോ, ഇവിടെ ഒരു ഹോള് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ കൈ ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു വശം മറച്ചിട്ട് എടുത്ത് വരണം. ഓക്കെ, നമുക്കിതാ ഇതുവഴി കൈ ഇടാൻ പറ്റും. ഇപ്പം നമ്മൾ അത്യാവശ്യം കുറച്ച് വലിപ്പത്തിലായിരിക്കുമല്ലോ അടിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു വിരലിട്ടിട്ട് നമുക്ക് എടുത്ത് പോരാം. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ റൗണ്ട് ഫുൾ കട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കൂട്ടുകാർ. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ക്ലിപ്പില്ലേ അത് ഉപയോഗിച്ചിട്ട് മറച്ചിടുന്ന ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളൊരു ടേണർ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. നമ്മുടെ ഈ ഒരു ടേണർ നമ്മൾ എടുക്കുവാണ്. ലൂപ്പ് ടേണർ എന്നാണ് പറയുന്നത്. അപ്പോൾ ലൂപ്പ് മാത്രമൊന്നുമല്ല കേട്ടോ, നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടേൺ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. കണ്ടില്ലേ? ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ചെറിയൊരു ഹോള് പോലെ കൊടുത്തു, ഒന്ന് കയറാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അപ്പം ഇവിടെ ഈ ലൈനിങ് പീസിൻ്റെ ഇവിടെ ഒരു കട്ടിട്ട് കൊടുത്തു. ടേണർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഈ ഹോളിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ കയറുന്നത്. ഓക്കെ, അവിടെ ലോക്കായിട്ടുണ്ട്. പയ്യെ നമ്മളൊന്ന് വലിച്ചെടുക്കാം കേട്ടോ ഈ കൈ വെച്ചിട്ട്. അപ്പം ജസ്റ്റ് ആദ്യം ഒന്ന് പോരുമ്പോൾ തന്നെ ഇവിടെ നിന്നൊന്ന് വിടിയിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ഈസി ആയിട്ട് ഇങ്ങ് ഊർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആ വശം ഇത്തിരി കീറിപ്പോയാലും നമുക്ക് കുഴപ്പമില്ല, നമുക്കത് മടക്കി വെക്കാനുള്ളതാണ്. ഓക്കെ, ഇനി നമുക്കുണ്ടല്ലോ ഇങ്ങ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഊരാട്ടോ. കാരണം അത്യാവശ്യം എന്നുവെച്ചാൽ ഒന്ന് വലിച്ച് കിട്ടിയാൽ മതി. അത് കഴിഞ്ഞ് നമുക്കത് ഊരി കളയാം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇത് തുണി കീറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു വാല് പോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണോ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ തിരിച്ച് എടുത്തു. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മളിങ്ങനൊരു സംഭവമാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സെയിം ലൈനിങ് പീസ് എടുക്കുക, അതുപോലെ തന്നെ സെയിം നൂല്. അത് പ്രത്യേകം ഞാൻ പറയുന്നു. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഇട്ട് അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, ക്യാമറയിൽ അത് വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ എൻഡ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് പൊക്കിയെടുക്കുക. കുറച്ചൊരു കീറലുണ്ടാവും, നമ്മൾ ഈ ടേണർ ഉപയോഗിച്ചല്ലേ ചെയ്തേ.
നമ്മുടെ ചെറിയൊരു കീറലുണ്ടാവും, അത് കുഴപ്പമില്ല കേട്ടോ. ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് നിരക്കിയിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ആക്കി ഒന്ന് എടുക്കുക. ഇതൊക്കെ വേണമെങ്കിൽ സെക്യൂറിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. പക്ഷെ ഒരു പെർഫെക്ഷൻ നമുക്ക് ഫീൽ ചെയ്യണേ. ഓക്കെ, ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് വേണം കേട്ടോ ഇവിടെ നമ്മൾ അതായത് കൈയുടെ ഇറക്കം ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇടണം. ഓക്കെ, കണ്ടില്ലേ ഇങ്ങനെ വന്നു. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് അയൺ ചെയ്തിട്ട് കാണാം. ഫ്രണ്ട്സ്, ഇതാ ഞാനപ്പോൾ വീണ്ടും ഒന്ന് കെട്ടിട്ട് ഒരു നൂലെടുക്കുവാണ്. അതായത് ഇത് ഒരേഴയാണ് കേട്ടോ ഇടണോളൂ. ഒരേഴ ഒന്ന് കെട്ടിട്ട് എടുക്കുവാണ്. കണ്ടില്ലേ? ഓക്കെ, ഒരേഴ കെട്ടിട്ടെടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗം കണ്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടെ ശരിക്കും ഉള്ളിൽ കൂടെ ആണെങ്കിൽ അത് അത്രയും നല്ലത് കേട്ടോ. അപ്പം ഞാൻ എന്താ ഇങ്ങനൊന്ന് ജസ്റ്റ് എടുക്കുവാണ്. ആദ്യം ആ ഒരു കെട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയിക്കോട്ടെ. ഓക്കെ, നമ്മളപ്പോൾ ഇതിൽ ടേണർ ഉപയോഗിച്ചപ്പോൾ ജസ്റ്റ് ഒരു ഹോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വയ്ക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അല്ലാതെ നമുക്കൊന്ന് ഒരു ചെറിയ ഹോൾ പോലെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കൊടുത്താലും മതി. ഇനി അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുത്താലും മതി. ഓക്കെ, ഇതാ ഇവിടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വലിയ സൂചിയാണ് കേട്ടോ എടുത്തേക്കുന്നത്, ഇട്ട് കൊടുക്കുകയാണ്. എഡ്ജിൽ കൂടെ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ എടുത്തു ഒരു ലോങ് സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തു പോരുക. 2 തുണിയും കൂടി കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ലത്. ഇനി ഒരു തുണിയാണ് നിങ്ങൾക്ക് പറ്റുന്നുള്ളൂവെങ്കിൽ ആ ഒരു തുണി മതി. കാരണം ഇപ്പോൾ കട്ടിയുള്ള മെറ്റീരിയലിലേക്ക് നമ്മൾ ചെയ്യുന്നെങ്കിൽ ആ ഒരു തുണിയൊക്കെ ആയിരിക്കും നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അങ്ങനെയായാലും മതി കേട്ടോ. നമുക്കപ്പോൾ ഇത് ചുറ്റും ചെയ്ത് ഇവിടം വരെ ആക്കിയിട്ട് കാണാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ആ സ്റ്റിച്ച് കൊടുത്ത് കണ്ടില്ലേ, ആ ഒരു സ്റ്റിച്ച് കൊടുത്തതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരെ ഞാനിങ്ങനെ ചെയ്ത് നിർത്തിയേക്കുവാണ്. കണ്ടില്ലേ? അപ്പോൾ തന്നെ ഇവിടെ ഒന്ന് മടങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ കൂട്ടുകാർ? ജസ്റ്റ് ഒന്ന് ഒരു ചുരുക്ക് അത് ഇട്ടിട്ട് ഒന്ന് പോവുക, ജസ്റ്റ് ഒന്ന് വലിക്കുക. കണ്ടില്ലേ? അപ്പോൾ അതാ ഇങ്ങനെ ഒരു പൂ പോലെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതൊന്ന് താഴത്തേക്ക് ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക. ഓക്കെ, അവിടെ വച്ച് ഇവിടെ വച്ച് ഒരു കെട്ടിടുക ആദ്യം. കാരണം ആ ഞെറിവ് ഒന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കെട്ടൊന്നിട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ ഒരു കെട്ട് ഞാനിട്ടു. 2 എണ്ണം വെച്ചൊന്ന് കെട്ടിടുക. കാരണം ഒരെണ്ണം വെച്ചാൽ ആ കെട്ട് അഴിഞ്ഞു പോകും. ഓക്കെ, അതിനുശേഷം നമ്മൾ തിരിച്ച് ഈ ഫ്രണ്ട് പോർഷനിലേക്കൊന്ന് വരിക. നൂലിവിടെ ബാക്കിലേക്ക് തന്നെ കിടന്നോട്ടെ. ഓക്കെ, ഇതാ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പം എങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ഞെറിവ് കണ്ടില്ലേ, ആ ഞെറിവ് വരുന്ന ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വച്ചു. അതിനുശേഷം ഇത് കെട്ട് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഉള്ളിയിട്ട് പോകണം. അപ്പോൾ ആ ഒരു രീതിക്ക് ഇത് ഇങ്ങനെ വയ്ക്കുക. കണ്ടില്ലേ? ഇവിടെ നമ്മൾ ഇങ്ങനെ വെച്ചു. ഒന്നില്ലെങ്കിൽ ഇത് നമുക്കൊന്ന് ഗ്ലൂ വെച്ചിട്ട് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നമുക്ക് ഒന്ന് ഇത് ഇവിടെ ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാ, അപ്പോൾ നമ്മളിതൊന്ന് മുകളിലേക്ക് ആ ലെവൽ വച്ചതിന് ശേഷം നമ്മൾ അത് തന്നെ വച്ച് അങ്ങ് മുകളിലേക്ക് എടുക്കുവാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ നടുക്കൊരു വലിയ ബീഡ് വയ്ക്കുവാണ്. അപ്പോൾ ചെറിയ ബീഡല്ല വയ്ക്കേണ്ടത്, വലിയ ബീഡ് വയ്ക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ അവിടുത്തെ ഒരു അഭംഗി അത് കവർ ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ ബീഡ് തന്നെ വച്ചിട്ട് സെക്യൂർ ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ? ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിവശം എടുക്കുക. ഓക്കെ, ഇതാ ഈ അടിവശം എടുത്തു. ഇവിടെയെല്ലാം ഒന്ന് ചെറിയ രീതിയിൽ ആ ലൈനിങ് പീസ് വെച്ച് ലോക്ക് ചെയ്ത് പോവുക. കണ്ടില്ലേ? ഇതാ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ലൈനിങ് പീസിൽ മാത്രമേ ആ ലോക്ക് വീഴാൻ പാടുള്ളൂ. നൂലിൻ്റെ ആ ഒരു കളറ് പുറത്തേക്ക് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിഴ വെച്ചിട്ട് ലൈനിങ് പീസിനോട് കൂടി ചേർന്ന് മാത്രം ലൈനിങ് പീസിൽ മാത്രം ടച്ച് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഓക്കെ, ഇതാ ഇങ്ങനെ ഫുള്ളായിട്ട് ഇത് ചേരുന്നിടം വരെ എടുത്തിട്ട് അവിടെ ലോക്ക് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് കഴിക്കുവാണ്. ഓക്കെ,
നമ്മൾ പക്ഷേ ഇപ്പോൾ നമുക്ക് ഒന്നും കൂടി സെക്യൂർ വേണം എന്ന് തോന്നുന്ന ഏരിയകളുണ്ടെങ്കിൽ കൂട്ടുകാർക്കിപ്പോൾ ആദ്യം ചെയ്ത ഏരിയകളിൽ മൊത്തം ഒന്നും കൂടി സെക്യൂർ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കുത്തിപ്പൊക്കി അവിടെ ആ ഒരു സ്റ്റിച്ച് ഒന്നും കൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി ഗ്ലൂ വേണമെങ്കിൽ ഗ്ലൂ വയ്ക്കുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ദാ ഇത് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ ഗ്ലൂ ഒന്ന് വെച്ച് സെക്യൂർ ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹാൻഡ് ഡിസൈൻ. ഓക്കെ, ഇതെല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ പുതിയ ടിപ്സും ഐഡിയാസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 2 സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ് വർക്ക് രീതികളാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പാൻ പീസ് ഇപ്പോൾ വേറെ കളറായിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു കർവ്, ഈ ഒരു ഫ്ലവർ ഇല്ലേ, അത് പാൻ പീസിൻ്റെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് അടിക്കുമല്ലോ. അപ്പോൾ അത് അടിക്കുന്ന സമയത്ത് അത് ആ ഒരു കോല് പോലെ നമ്മൾ വരയ്ക്കുന്ന സംഭവം പാൻ പീസിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് വേറൊരു കളറായിട്ട് ഇങ്ങനെ ഇവിടെ വട്ടത്തിലിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ടോപ്പിൻ്റെ കളർ ആയിരിക്കത്തില്ല ഇങ്ങനെ ഇവിടെ ഈ വട്ടത്തിൽ ഫ്ലവർ വരുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇതും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. പുതിയ വെറൈറ്റി വീഡിയോസുമായിട്ട് നമുക്ക് വേഗം കാണാം. ബൈ.